ഇന്നിപ്പോ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു, തങ്ങളെ എന്താ വിമർശിക്കാൻ പാടില്ലേ? തങ്ങളെ വിമർശിക്കും. അപ്പൊ ഇവിടെ പിണറായിയുടെ ശബ്ദവും ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ ശബ്ദവും ഒരേ ശബ്ദമാണ്. രണ്ടുപേരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ച സിപിഎം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പാലക്കാട് അതൊരു കാരണവശാലും വിലപ്പോകില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ഈ 3 വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിന്റെ വിലയിരുത്തലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ 3 വർഷക്കാലത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ അതുകൂടി വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും കരുതുന്നു. ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്നോട് ചോദിച്ചു. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തട്ടെ. പക്ഷേ സർക്കാർ ധൈര്യമുണ്ട്. ഈ സർക്കാരിന്റെ വിലയിരുത്തലായി മാറും ഈ തെരഞ്ഞെടുപ്പെന്ന് പറയാൻ. എന്താ സ്ഥിതി? കേരളത്തിന്റെ രൂക്ഷമായ വിലക്കയറ്റമാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോ പൂട്ടലിന്റെ അവസ്ഥയിലാണ്. ഖജനാവ് കാലിയാണ്. 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്ക് മാറില്ല. 5 ലക്ഷം രൂപ കൊണ്ട് ഒരു ഓടമണിയാൻ പറ്റുമോ? 5 ലക്ഷം താഴെയുള്ള ചെക്കുകൾ മാറിക്കൊടുക്കില്ല. മേടിച്ചു വയ്ക്കും, പിന്നെ തരാന്ന് പറയും. ഒരു പൈസ ഖജനാവിലില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള ക്ഷേമനിധികൾ മുഴുവൻ തകർച്ചയിലാണ്. KSRTC, സപ്ലൈകോ, ഇലക്ട്രിസിറ്റി ബോർഡ്, മുഴുവൻ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അപകടകരമായ നിലയിലാണ്. ആരോഗ്യരംഗത്ത് കാരുണ്യ ബെനവലന്റ് പദ്ധതി 1600 കോടി സർക്കാർ കൊടുക്കാനുണ്ട്. സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും ഇപ്പോൾ കാസ്പ് കാർഡ് എടുക്കുന്നില്ല. ഒരു ആനുകൂല്യവും പാവപ്പെട്ടവർക്ക് ആരോഗ്യരംഗത്ത് ലഭിക്കുന്നില്ല. പണം സർക്കാർ കൊടുക്കാത്തതുകൊണ്ടാണ്. റോഡ് മുഴുവൻ കുഴിയാണ്. കോൺട്രാക്ടർമാർ വർക്കെടുക്കുന്നില്ല. രൂക്ഷമായ ധനപ്രതിസന്ധിയാണ്. നഷ്ടപ്പെട്ടുപോയ 30,000 കോടി രൂപ IGSTയിൽ നിന്ന് തിരിച്ചെടുക്കാൻ ധനകാര്യ വകുപ്പും ഗവൺമെന്റും ഒരു ശ്രമവും നടത്തുന്നില്ല. മദ്യത്തിൽ നിന്നും ഗോൾഡിലും സ്വർണത്തിലും വലിയ നികുതി വെട്ടിപ്പ് നടക്കുകയാണ്. ബാറുകളിലും അതുപോലെ സ്വർണത്തിലും കേരളം ഇതുവരെ കാണാത്ത 10,000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടക്കുകയാണ്. ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ആ നികുതി വെട്ടിപ്പ് തടയാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നില്ല. ലോകത്തുള്ള മുഴുവൻ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ആരോഗ്യരംഗം താറുമാറായി. എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് ഭരണമാണ്. വൈസ് ചാൻസലർമാരില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു തരിപ്പണമായിരിക്കുന്നു. കേരളം ഇതുപോലെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തിൽ എന്നെത്തിയിട്ടുണ്ട്.